സാധാരണഗതിയിൽ എല്ലാ ദിവസങ്ങളിലും ഇവിടെ തമ്പടിക്കാറുള്ള ഈ നാട്ടുകാർ, അതിൽ എല്ലാ രാഷ്ട്രീയത്തിലും പെട്ട ആളുകളുണ്ട്. പക്ഷേ അവരെല്ലാം ഈ റോഡിൻ്റെ സൈഡിൽ നിന്നും പാർട്ടി ഓഫീസിൻ്റെ പരിസരത്ത് നിന്നെല്ലാം മാറി നിൽക്കുകയാണ് ചെയ്തത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം ബൈക്കിൽ വന്ന് ഭീകരമായ ശബ്ദമുണ്ടാക്കിയപ്പോൾ ഇതെന്താണ് ശബ്ദം, പേടിപ്പെടുത്തുന്ന വിധത്തിലാണല്ലോ, നോക്കാൻ വേണ്ടി കുറച്ച് ആളുകൾ റോഡിലേക്ക് വന്നു. പോലീസ് തന്നെ അവരെ കൈകാര്യം ചെയ്തുകൊണ്ട് നാട്ടുകാർക്ക് ഇടപെടേണ്ടി വന്നില്ല. അവരെല്ലാം വീണ്ടും പോലീസ് പറഞ്ഞുകൊണ്ട് തിരികെ പോയതാണ്. എന്നാൽ പിറകെ വന്ന സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന ഈ നാട്ടുകാരല്ലാത്ത പുറമേ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു സംഘം ലീഗുകാരെ വെച്ചുകൊണ്ടാണ് അക്രമം അഴിച്ചുവിട്ടത്. ആ അഴിച്ചുവിട്ടതിൻ്റെ ഭാഗമായിട്ട് പ്രയാസകരമായ അനുഭവം ഉണ്ടാകുമ്പോഴാണ് പാർട്ടി ഓഫീസും ഇവിടെയുള്ള ആളുകളുടെ, നാട്ടുകാരുടെ കടകളും മറ്റ് സ്ഥാപനങ്ങളുമെല്ലാം ആക്രമിക്കപ്പെടുന്നു എന്ന് കണ്ടപ്പോഴാണ് പോലീസ് പറഞ്ഞ് മാറി നിന്ന നാട്ടുകാരായ ആളുകൾക്ക് തിരികെ വരേണ്ടി വന്നത്. കാരണം അത് നോക്കി നിൽക്കാൻ കഴിയില്ലല്ലോ, സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് ഇടപെടുന്നില്ല. സ്ഥാനാർത്ഥിയുടെ തന്നെ, വിജയിച്ച സ്ഥാനാർത്ഥിയുടെ തന്നെ നേതൃത്വത്തിൽ ഏകപക്ഷീയമായി ഇവിടുത്തെ പാർട്ടി ഓഫീസും ക്ലബ്ബും അതുപോലെ കടകളും ആക്രമിക്കപ്പെടുന്നു. സ്വാഭാവികമായിട്ടും സംരക്ഷണം എന്താണ് നടക്കുന്നത് എന്നറിയാൻ പോലീസ് പറഞ്ഞ് പിറകോട്ട് പോയ ആളുകളെല്ലാം തിരികെ വന്നു. അപ്പോഴാണ് അവർ കല്ലെറിഞ്ഞത്. ആ കല്ലുകൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ നോക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഈ പ്രദേശത്ത് എവിടെയും ഈ പടനാക്കടപ്പുറത്ത് അങ്ങനത്തെ കല്ല് കാണില്ല. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടലും കായലും നിന്ന് ദ്വീപായതുകൊണ്ട് ഇതൊരു പൂഴി പ്രദേശമാണ്, മണൽ പ്രദേശമാണ്. ഇവിടെ അങ്ങനത്തെ കല്ലില്ല. ആകെയുള്ളത് ഇവിടെയുള്ള റോഡിലാണ്. അത് ഇളക്കാനും കഴിയില്ല, നല്ല ടാറിട്ട റോഡാണ്. ഇവർ കടന്നു വന്നത് ഇടയിലക്കാട് വഴിയാണ്. ഇടയിലക്കാടിൽ ഇപ്പോൾ റോഡിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഈ വലിയ ബോളർ കല്ലുകൾ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ UDFൻ്റെ ഈ സ്ഥാനാർത്ഥിയുടെ ഒപ്പം സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ ആ കല്ല് കയറ്റിക്കൊണ്ടുവന്നു. ഇത് ആസൂത്രിതമാണ് എന്നതിൻ്റെ തെളിവാണല്ലോ അത്. നമുക്കൊരു സംഘർഷ സ്ഥലത്ത് നിന്ന് പൊടുന്നനവേ അവിടെ കിട്ടുന്ന കല്ലോ ആയുധങ്ങളോ ഉപയോഗിച്ച് അവർ ആക്രമണം നടത്തിയാൽ മനസ്സിലാക്കാം. ഈ പ്രദേശത്ത് ലഭ്യമല്ലാത്ത ഈ കരിങ്കൽ കല്ലുകൾ അത് വഴിയിൽ നിന്ന് തന്നെ, റോഡ് പണി നടക്കുന്ന ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 4-5 കിലോമീറ്റർ അപ്പുറമാണ് ഇടയിലക്കാട് എന്ന് പറയുന്ന സ്ഥലം. അവിടെ നിന്ന് അവർ വരുന്ന ഈ വിജയ റാലിയുടെ ഭാഗമായിട്ടുള്ള, റോഡ് ഷോയുടെ ഭാഗമായിട്ടുള്ള വാഹനങ്ങളിൽ അത് ശേഖരിച്ചു കൊണ്ടുവന്നിട്ടാണ് ഇവിടെ എറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ്. കാരണം ഈ കടന്നു പോകുന്ന വഴിയിലെ CPIMൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ഞാൻ പറഞ്ഞ പോലെ ഈ കടലും കായലും തമ്മിൽ ആകെ ഒരു 100-150 മീറ്റർ വീതിക്കിടയിൽ വളരെ ചെറിയ വിസ്തൃതമായ ഒരു പ്രദേശമാണ്. അവിടെ റോഡിനോട് ചേർന്നാണ് CPIMൻ്റെ ആഫീസും CPIM നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകളും CPIM അനുഭാവികളും പ്രവർത്തകരുമായ ആളുകളുടെ വീടുകൾ, അവരുടെ കടകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഇതെല്ലാം നിൽക്കുന്നത്. ഇപ്പം ഇവിടെ ഒരു ആക്രമണം നടത്തണം എന്നുള്ളത് അവർ നേരത്തെ പ്ലാൻ ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവാണ്. മുൻകൂട്ടി ഈ കല്ലുകൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് ഇവിടെ ലഭ്യമല്ലാത്ത ആ കല്ലുകൾ ഉപയോഗിച്ച് ഈ ആക്രമണം നടത്തി എന്നുള്ളത്. CPIMൻ്റെ നിരവധി പ്രവർത്തകർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഗുരുതരമായി പരിക്കേറ്റ 3 സഖാക്കൾ ഇപ്പോഴും ചെറുവത്തൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. എന്നാൽ ഇത് കാണേണ്ടത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഞാനിത് ആസൂത്രിതമാണ്. വിജയാഹ്ലാദത്തിൻ്റെ മറവിൽ ഒരു സംഘം ലീഗുകാർ, ഞാനത് അടിവരയിടുന്നു, മുഴുവൻ ലീഗുകാരെയോ മുഴുവൻ കോൺഗ്രസ്സുകാരെയോ UDFകാരെയോ ആക്ഷേപിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. പക്ഷെ ഒരു സംഘം ലീഗുകാർ നാട്ടിൽ ബോധപൂർവം വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കാവുന്ന വിധത്തിലുള്ള ആക്രമണം നടത്തുകയാണ്. ഇപ്പോൾ റിസൾട്ട് വന്ന ദിവസം തന്നെയാണ് തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ തങ്കയത്ത് ഒരു പ്രകോപനവുമില്ല. CPIMൻ്റെ പ്രവർത്തകർ ആരും ആ പ്രദേശത്തെ ഉണ്ടായിരുന്നില്ല. കാരണം ഒന്നാമത് പരാജയപ്പെട്ടതിൻ്റെ ഒരു ക്ഷീണവും ഇതൊക്കെ ആയിട്ട് അവരെല്ലാം വീടുകളിലോ മറ്റൊക്കെ ആയിട്ട് മാറി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ആരുമില്ലാത്ത CPIMൻ്റെ തങ്കയത്തിലെ VK നായനാർ മന്ദിരം എന്ന ഓഫീസ് ദൂരെ നിന്ന് വന്നിട്ടുള്ള തങ്കയം പ്രദേശത്തു നിന്ന് വന്ന ലീഗുകാർ ആക്രമിക്കുന്നത്. ആക്രമിക്കുക മാത്രമല്ല, അതിൻ്റെ വീഡിയോ എടുത്ത് അവർ തന്നെ റീൽസായിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു അങ്ങേയറ്റത്തെ ധാർഷ്ട്യത്തിൻ്റെ, അഹന്തയുടെ, വെല്ലുവിളിയുടെ, നാട്ടിൽ കലാപമുണ്ടാക്കാനുള്ള ബോധപൂർവമായ ഭാഷയാണ്. നമ്മൾ മലപ്പുറം ജില്ലയിലെ തവനൂരിൽ കണ്ടല്ലോ, KT ജലീലിൻ്റെ മണ്ഡലത്തിൽ ഇന്നലെ ഒരു ആടിനെ അറുത്ത് ആ ആടിൻ്റെ തല, ചോരയിറ്റുന്ന തല കമ്പിൽ കോർത്തിട്ട് പരസ്യമായി പ്രകടനം നടത്തുകയല്ലേ. എന്നിട്ട് അവർ തന്നെ അതും സോഷ്യൽ മീഡിയയിൽ വെക്കുകയല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്നത്തെ ഒരു പരിഷ്കൃത ലോകത്ത് ആരെങ്കിലും ചെയ്യുമോ? നമുക്ക് സാധാരണഗതിയിൽ ഈ കോലം കത്തിക്കൽ പോലൊക്കെയുള്ള പ്രതീകാത്മകമായ സമരമുറകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു ജീവനുള്ള ആടിനെ കൊണ്ടുപോയി കൊന്ന് എന്നിട്ട് അതിൻ്റെ ചോരയിറ്റുന്ന തലയെടുത്ത് കമ്പിൽ കോർത്തിട്ട് KT ജലീലിനെ അറപ്പുളവാക്കുന്ന ഭാഷയിൽ ആക്ഷേപിച്ചിട്ട് നടത്തുന്നത്, ആടിൻ്റെ തല ഉപയോഗിച്ചെന്ന് നമുക്കറിയാം. നേരത്തെ അവിടെ അദ്ദേഹം ആദ്യം 2016 ലീഗിൻ്റെ ആ കോട്ട പൊളിച്ചിട്ട് MLA ആയപ്പോൾ അദ്ദേഹം ആട് വിതരണ പദ്ധതി നടത്തി. അന്ന് തൊട്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു നിക്ക് നെയിമുണ്ട്. അത് വെച്ചിട്ടാണ് ഈ ആടിനെ പ്രതീകമായിട്ട് എടുത്തിട്ട് ചെയ്യുന്നത്.
പാലക്കാട് CPIM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് അതിൻ്റെ മുന്നിൽ വന്നിട്ട് അവരുടെ വിജയാഹ്ലാദ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അനൗൺസ്മെൻറ്റ് വാഹനത്തിൽ നിന്ന് ഇറങ്ങി വാടാ എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിക്കുന്ന അനൗൺസ്മെൻറ്റുകൾ നടത്തുന്നു. പോലീസ് അത് നോക്കി നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ വിജയാഹ്ലാദത്തിൻ്റെ മറവിൽ ഒരു സംഘം ഇതെല്ലാം ചെയ്തത് ലീഗിലെ ഒരു കൂട്ടം ആളുകളാണ്. അപ്പോൾ ലീഗിൽ കടന്നുകൂടിയിട്ടുള്ള ഈ തീവ്ര വർഗീയതയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ നാട്ടിൽ കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണ്. ഈ പ്രദേശത്തൊക്കെ ലീഗിൻ്റെ ധാരാളം നേതാക്കളും പ്രവർത്തകരും ഉണ്ട്. അവരെല്ലാം CPIM-ൻ്റെയും അതുപോലെ മറ്റ് പാർട്ടികളിൽപ്പെട്ടവരുമെല്ലാമായി നല്ല സഹവർത്തിത്വത്തിൽ കഴിഞ്ഞു പോകുന്ന സ്ഥലമാണ്. ഇവിടെയൊന്നും അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ സംഘർഷത്തിൻ്റെ എന്തെങ്കിലും ഒരു സാഹചര്യം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. എല്ലാവരും, കാരണം അടുത്തടുത്ത് വീടുകളാണ്, കടപ്പുറമായതുകൊണ്ട് തന്നെ മതിൽക്കെട്ടുകളില്ല, വേലികളില്ല, വ്യത്യസ്ത ജാതിമത വിഭാഗങ്ങളിലും വിവിധ രാഷ്ട്രീയ കക്ഷികളിലും പെട്ടവർ അടുത്തടുത്ത വീടുകൾ, അത്രയേറെ സൗഹൃദത്തിൽ കഴിയുന്ന നാടാണ്. അവിടത്തേക്കാണ് വളരെ ആസൂത്രിതമായി ബോധപൂർവം പുറമേ നിന്ന് വന്നിട്ടുള്ള സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിൻ്റെ കൂടെ ഒപ്പം കൂട്ടിക്കൊണ്ടുവന്ന ഈ തീവ്ര വർഗീയതയുള്ള ഒരു സംഘം ഗുണ്ടകളെയും വെച്ചുകൊണ്ട് ഈ അക്രമം അഴിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് തീക്കൊള്ളി കൊണ്ടുള്ള തലചൊറിയലാണ്. പോലീസ് സംരക്ഷണം നൽകേണ്ടതിന് പകരം ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങനെ പോലീസിനെ തന്നെ ആക്രമിച്ച, ഈ പറഞ്ഞ നിയമം ലംഘിച്ച് ആംബുലൻസിൻ്റെ ഹോണ് സൈലൻസറെല്ലാം നീക്കി ബൈക്കിൽ ഘടിപ്പിച്ച് വന്നയാളെ കയ്യോടെ കത്തി സഹിതം പിടികൂടിയിട്ടും അയാളെ വിട്ടയച്ചു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ അതുൾപ്പെടെയുള്ള സമീപനങ്ങൾ പോലീസ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ സഖാക്കളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ, ഞങ്ങളുടെ നാട്ടിൻ്റെ സമാധാനം കാത്തുസൂക്ഷിക്കാൻ ഞങ്ങൾക്ക് പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങേണ്ടി വരും. ഭരണത്തിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിലേക്ക് UDF കടന്നു പോകുന്നതാണ്. അത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ അവർ ശ്രമിക്കണം. ഞങ്ങൾക്കിത് പുത്തരിയൊന്നുമല്ല. ഇപ്പോൾ 2001 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF അധികാരത്തിൽ വന്നു. അന്ന് കാസർഗോഡ് നിന്ന് ചെർക്കളം അബ്ദുള്ള മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് ജില്ലാ അതിർത്തിയായ കാലിക്കടവിൽ നിന്ന് കാസർഗോഡേക്ക് സ്വീകരണം വെച്ച് ഇതുപോലെ CPIM കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച്, ചെറുവത്തൂരും പിലിക്കോടും ഉൾപ്പെടെയുള്ള CPIM കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് അന്നും വലിയ കലാപം അഴിച്ചുവിടാനാണ് ശ്രമിച്ചത്. പക്ഷേ കാസർഗോഡേക്ക് തീരുമാനിച്ച UDF-ൻ്റെ ആ ജാഥ ചെറുവത്തൂർ വെച്ച് അവർക്ക് നിർത്തിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊരു സംഘർഷ സാഹചര്യം ഇല്ലാതാക്കാൻ തുടക്കത്തിൽ തന്നെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പെരുമാറാൻ തയ്യാറാണ്. അതല്ലാതെ ഇവിടെ പടനാക്കടപ്പുറത്ത് വെച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പോലെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള വെല്ലുവിളിയുമായിട്ടാണ് പോകുന്നതെങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ CPIM സന്നദ്ധമാണ്. ഞങ്ങൾക്ക് പ്രതിരോധത്തിന് ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് നാട്ടിൽ സമാധാനവും അതുപോലെ വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിർത്തി ഇവിടെ ഇടതുപക്ഷം കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടാക്കിയ വികസന പ്രവർത്തനങ്ങളുണ്ട്. അതിൻ്റെ തുടർച്ചയ്ക്ക് ഉണ്ടാക്കാനുള്ള, അങ്ങനെ മാതൃകാപരമായി പ്രവർത്തിക്കാനുള്ള ശ്രമമാണ് ഉണ്ടാകേണ്ടത്. ഇത്തരം വെല്ലുവിളിയും കലാപങ്ങളും സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളെ തടയാൻ UDF-ൻ്റെ നേതൃത്വം തയ്യാറാകണം. പോലീസും അതിൽ ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടൽ നടത്തണം.